ഇപ്പോൾ ആദ്യം 2 പോസ്റ്റുകൾ ഇട്ടു ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അത് കഴിഞ്ഞ ആ പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. അതിന് താഴെ അത് 300-ലധികം ഷെയറുകൾ പോയിട്ടുണ്ട്. അതിന് താഴെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ, അദ്ദേഹം പഠിപ്പിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ കുറേ കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നന്മ, അദ്ദേഹം എങ്ങനെയാണ് തന്റെ തൊഴിലിനെ കാണുന്നതെന്ന് വ്യക്തമാക്കുന്ന കമന്റുകളാണ്. എത്രത്തോളം സത്യസന്ധമായി, എത്രത്തോളം നീതിപൂർവമാണ് അദ്ദേഹത്തിന്റെ തൊഴിലിനോട് പെരുമാറുന്നത് എന്ന് വ്യക്തമാക്കുന്ന, അദ്ദേഹത്തെ അറിയുന്ന, അദ്ദേഹത്തെ അടുത്തറിയുന്ന, അദ്ദേഹം പഠിപ്പിച്ച, അദ്ദേഹം ജോലി ചെയ്ത സഹപ്രവർത്തകരുടെ കമന്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തായാലും അദ്ദേഹം ഇന്നും ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ജിബിൻ JB കൂടി ചേരുന്നു. ജിബിൻ, അദ്ദേഹം ഇന്ന് രാവിലെയും പ്രതികരിക്കുമ്പോൾ കണ്ടാണ്, എനിക്ക് തുടക്കം മുതൽ ഈ ജോലി തുടങ്ങിയത് മുതലുള്ള ലീവ് കൂട്ടിവെച്ചാൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ലീവ് എടുക്കാൻ, പക്ഷേ ഞായറാഴ്ച പോലും മുടങ്ങാതെ അദ്ദേഹം എത്തുന്നത് ആ ചുമതല എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളെ ആരോഗ്യമന്ത്രി വളരെ ഗൗരവത്തിൽ എടുക്കുന്നു എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അവിടുത്തെ മറ്റുള്ളവർ ആരെങ്കിലും, രോഗികളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കൂടി തയ്യാറായിട്ടുണ്ടോ അവിടെ? ദിവിഷം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ്. ഇവിടെയാണ് ഈ യൂറോളജി വിഭാഗവും യൂറോളജി സർജറിയൊക്കെ നടത്തുന്നത്. അങ്ങോട്ടേക്കാണ് ഹാരിസ് ഡോക്ടർ അല്പസമയം മുമ്പ് കയറി ചെന്നത്. അദ്ദേഹം ഈ ഇരുചക്ര വാഹനത്തിലാണ് ഇവിടേക്ക് എത്തിയത്. വാഹനം താഴെ വെച്ചതിന് ശേഷം ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി വാർഡിലേക്ക് കടന്നു പോയിട്ടുണ്ട്. നമുക്ക് ഈ രോഗികളോടൊന്നും തന്നെ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്ക് ഈ യൂറോളജി വിഭാഗമായതുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി വാർഡിലേക്കൊന്നും തന്നെ പ്രവേശനമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഡോക്ടർ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം കേട്ടാൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിലായിരുന്നു, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന തരത്തിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു വകുപ്പ് തല നടപടി ഉണ്ടാകുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിലാണ് അദ്ദേഹം ഇന്നും ഈ ഞായറാഴ്ച പോലും ഈ വിവാദങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ ജോലിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ജോലിയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, രോഗികളോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. കാരണം പല സന്ദർഭങ്ങളിലും രോഗികൾ തന്നെ ഈ ഉപകരണങ്ങൾ വാങ്ങി തനിക്ക് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് രോഗികളോടുള്ള അദ്ദേഹത്തിന്റെ കടപ്പാടും അവരോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ഒക്കെ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ആ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ് എന്നുള്ളത് ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയിൽ തന്നെ തന്റെ ചുമതലകൾ നിർവഹിക്കുകയാണ്. അതിനോട് കൃത്യമായ ഉചിതമായ രീതിയിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു.